ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കണ്ടിട്ട് കുറച്ചായല്ലേ. ഞങ്ങൾ മൂന്നാറിലേക്ക് വന്ന ട്രിപ്പിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ജോലിയുടെ തിരക്കൊക്കെ ആയിട്ട് നല്ല ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടാതെ പോയത്. അപ്പം കുട്ടികളുടെ പരീക്ഷയൊക്കെ കഴിയുമ്പോൾ ഞങ്ങളൊന്ന് ചില്ലാകാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങളിവിടെ മോസൽബർഗ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് എത്തിയിരിക്കുന്നത്. മൂന്നാറിൽ പിന്നെ പള്ളിവാസൽ അടുത്തായിട്ടാണ് ഈ റിസോർട്ട് വന്നിരിക്കുന്നത്. മോസൽബർഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് റിവർ സൈഡ് റിസോർട്ടാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് ഫുൾ ഇങ്ങനെ ക്യാബിനായിട്ടുള്ള കോട്ടേജസ് ആണുള്ളത്. അപ്പം ഞങ്ങൾ ഗോബിബോ എന്ന് പറയുന്ന ആപ്പ് വഴിയിട്ടാണ് ഇത് ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഫുഡൊക്കെ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. കറക്റ്റ് ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴത്തേക്കും തന്നെയാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഞങ്ങളിവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് അത്യാവശ്യം പ്രകൃതി ഭംഗിയൊക്കെ കാണാമെന്ന് എഴുതിയിട്ട് നോക്കിയപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കോട്ടേജിൽ കൂടെ ഈ റിവർ കണ്ടുകൊണ്ട് നമുക്ക് ഇരിക്കാം. ഞങ്ങൾ തൈര് സാധമാണ് പറഞ്ഞത്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് തൈര് സാധം പറഞ്ഞു. കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടു താഴോട്ട് ഇറങ്ങുക. അത്യാവശ്യം നല്ലോണം സ്റ്റെപ്പ് ഉണ്ട്. പക്ഷേ സാനുവിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സാനു ഇങ്ങനെ ചാടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാനുവിക്ക് മൊത്തത്തിൽ ഈ സ്ഥലം നല്ല രസകരമായിട്ട് തോന്നി. കാരണം അവൾക്ക് കുറച്ച് ഓടിക്കളിക്കാനൊക്കെ ഉണ്ട്. അവളെ കൂടെ കരുതിയിട്ടാണ് നമ്മൾ മൂന്നാറിലോട്ട് ഇപ്പോൾ ഒരു ഷോർട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ആകെപ്പാടെ ഒരു ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്തുള്ളൂ. പിന്നെ ജക്രാന്ത എന്ന് പറയുന്ന നീലവാഗ പൂത്തത് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ പിന്നെ സാൻവിക്ക് കളിക്കാൻ അത്യാവശ്യം പിന്നെ പാർക്കിലും ഒക്കെ കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മൾ മൂന്നാർ തിരഞ്ഞെടുത്തത്. പിന്നെ കുറച്ചായില്ലേ ഞങ്ങൾ ഒരു ട്രിപ്പൊക്കെ നടത്തിയിട്ട്. അതായത് ഞങ്ങളുടെ കോട്ടയിലോട്ട് പോകുന്ന വഴിയാണ്. ഇതുവരെ തീർന്നില്ല വഴി. നടന്ന് കുറച്ചായി. ഇതാണ് ഞങ്ങളുടെ കോട്ടേജ് എത്തി. ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല ആകാംക്ഷയിലാണ്. അവരുടെ പിന്നെ വെബ്സൈറ്റിലൊക്കെ അത്യാവശ്യം നല്ല റിവ്യൂസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. വെബ്സൈറ്റിലും ഗോബിബോയിലും ഒക്കെ അത്യാവശ്യം നല്ല റിവ്യൂസായിരുന്നു ഇവരെ കുറിച്ചിട്ട് ഉണ്ടായിരുന്നത്. നല്ല നീറ്റായിട്ടുള്ള ബെഡൊക്കെ കൊള്ളാം. ഇതാണ് നമ്മളുടെ വ്യൂ. ഈ ഒരു റൂമിൽ നിന്ന് നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അരുവിയാണ് കാണാവുന്നത്. ശരിക്കും തണുപ്പുള്ള സമയമാണെങ്കിൽ നല്ല ചില്ലാകാൻ പറ്റുന്ന ഒരു വൈബുള്ള സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ വന്നപ്പം അത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ചൂടുള്ള സമയത്ത് തന്നെയാണ് വന്നത്. നല്ല ഉച്ച സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു. എന്നാലും കാടും ഒക്കെ ആയതുകൊണ്ട് തന്നെ കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇവിടോട്ട് നമുക്ക് വേണമെങ്കിൽ പോകാം. ഞങ്ങൾ പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് അങ്ങനെ അത്തരം അഡ്വഞ്ചർ പരിപാടികൾക്കൊന്നും പോകുന്നൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് റൂമിൽ നിന്ന് തന്നെ കാണുന്നുള്ളൂ. ഞങ്ങൾ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ആദ്യത്തെ ദിവസം വെറുതെ വ്യൂ പോയിൻറ്റിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. വ്യൂ പോയിൻ്റൊക്കെ കണ്ട് വെറുതെ ടൗണിലൊക്കെ ഒരു ഇച്ചിരി സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് റൂമിൽ വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അത്യാവശ്യം കുറച്ചൊരു തണുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അങ്ങനെ പറയത്തക്ക തണുപ്പൊന്നുമില്ല. ഞാൻ പണ്ടൊക്കെ വരുന്ന സമയത്ത് ഇതിനെക്കാട്ടി നല്ല തണുപ്പായിരുന്നു. മൂന്നാറെന്ന് പറയുമ്പോഴത്തേന് ആ ഒരു പൊളി വൈബ് ഉണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ അങ്ങനെ മൂന്നാർ ടൗണിൻ്റെ ഏരിയയിൽ ചെന്നാലും അത്ര തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഉള്ളൊരു ക്ലൈമറ്റ് ഉണ്ട്. നീലവാഗ പൂത്തിരിക്കുന്നതാണ് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയുള്ളത്. ഡ്രോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇപ്പോൾ ഡ്രോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് വെച്ചിട്ടൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ഫ്ലൈ ഹൈ മൂന്നാർ എന്ന് പറഞ്ഞിട്ട് ഹോട്ട് എയർ ബലൂണിൽ കയറുന്ന സംഭവത്തിൻ്റെ അടുത്തൊന്നും ഞങ്ങൾ കയറിയില്ല കേട്ടോ. ഞങ്ങൾ വേറെ ആയിട്ട് ടിക്കറ്റാണിത്. 1500 രൂപയാണ് ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കാം. അല്ലാതെ ഇതധികം പറക്കുകയൊന്നുമില്ല. കാരണം പറന്നു കഴിഞ്ഞാൽ പിന്നെ റിസ്ക്കാണ്. ഞങ്ങൾ വരുന്ന സമയത്ത് ഇതൊരു ബലൂൺ പറക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇവിടെ ആൾക്കാരൊക്കെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അപ്പം കറക്റ്റ് ടൈമിലാണ് വരുന്നത്. അപ്പോൾ കുറച്ച് ഇത് പറക്കും, കുറച്ച് മുകളിലോട്ട് പറക്കും. പക്ഷേ അവരുടെ കയ്യിൽ അതിൻ്റെ കൺട്രോൾ ഉണ്ടാവും. അവരങ്ങനെ വിടത്തില്ല. കാരണം ഹൈ റേഞ്ച് അല്ലേ. ഹൈ റേഞ്ചിൽ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ബലൂൺ അതിൻ്റെ തോന്നിയ വഴിക്ക് പോകും. ഇതിൻ്റെ ഒരു ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതെവിടെയാണ് പോയിട്ട് വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് പൊങ്ങിപ്പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ താക്കും. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി വരുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്തൊക്കെ കുറച്ച് പാർക്കൊക്കെ ഉണ്ട്. ഡ്രീം വാലി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വണ്ടർ വാലി, ഡ്രീം വാലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാർക്കൊക്കെ ഉണ്ട്. അവിടെയാണെങ്കിലും കുറച്ച് വലിയ കുട്ടികൾക്കൊക്കെയാണ് നല്ലത്. സാൻവി ഇത്ര ചെറുതായതുകൊണ്ട് അവൾക്ക് അങ്ങനെ പറയുന്ന പാർക്കിലൊന്നും പോകുന്ന അത്ര ഇഷ്ടമുള്ളവരൊന്നുമില്ല. അപ്പോൾ നമ്മളതുകൊണ്ട് ഈ ബലൂണൊക്കെ കണ്ട് പിന്നെ പതുക്കെ ഞങ്ങളുടെ റൂമിലോട്ട് വന്നു. ഒരു ദിവസം രാത്രിയൊക്കെ സ്പെൻഡ് ചെയ്തു. രാത്രി ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ
വീണ്ടും മൂന്നാർ കാണാൻ വേണ്ടിയിട്ട് പോയി. ആദ്യം നമ്മൾ പോയത് എലിഫൻറ്റ് പാർക്കിലേക്കാണ്. ആനയെ കാണണം എന്ന് പറഞ്ഞു സാൻവിക്ക്. അതുകൊണ്ട് ആനയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറ്റാന്ന് എനിക്ക് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ആളും കാലും വരി, അവൾക്ക് പേടിയാണ്, അവൾക്ക് കയറണ്ടാന്ന് പറഞ്ഞു. ഹസ്ബൻഡും പറഞ്ഞു പുള്ളിക്കാരനും കയറൂല, പുള്ളിക്കും കയറാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്ത് പുതിയൊരു പാർക്ക് തുടങ്ങിയിട്ടുണ്ട്, കൗബോയ് പാർക്ക് എന്നുണ്ട്. അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കൗബോയ് പാർക്കിൽ വന്നു. ബോട്ടിങ് നമ്മൾ എടുത്തില്ല, കാരണം ബോട്ടിങ് നമ്മൾ കൊച്ചിയിൽ നിന്ന് പോയിട്ട് വെറുതെ എന്തിനാണ് ബോട്ടിങ് എടുക്കുന്നത്, അതുകൊണ്ട് പിന്നെ ബോട്ടിങ് ഓപ്റ്റ് ചെയ്തില്ല. ഇത് നമ്മൾ ഒരു ടിക്കറ്റിന് ഇവിടെ ഇച്ചിരി കൂടുതലാണ് പൈസ, പക്ഷേ എന്നാലും കുഴപ്പമില്ല. 600 രൂപയാണ് പെർ ഹെഡ്. മറ്റേതൊക്കെ 650 1000 സംതിങ് ഒക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. അതുകൊണ്ട് പിന്നെ സാൻവി കളിക്കട്ടെ എന്ന് എഴുതിയിട്ട് നമ്മൾ രണ്ടുപേരും ടിക്കറ്റ് എടുത്തു. സാൻവിക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഊഞ്ഞാലിൽ കുറേ നേരം ഇരുന്ന് കളിച്ചു. ഊഞ്ഞാൽ മടുക്കുന്നിടം വരെ അച്ചാട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഊഞ്ഞാലിലൊക്കെ ആടി, സ്ലൈഡിലൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ പോയിൻ്റൊക്കെ ഉണ്ട്. ഫോട്ടോ പോയിൻ്റ് വന്ന് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കാണാൻ കുറച്ച് ഇതൊക്കെ ഉണ്ട്, എന്തൊരു 3D ആയിട്ടുള്ള ഒരു റൂമൊക്കെ ഉണ്ട്. ഈ തലകുത്തിക്കുന്നൊരു റൂമാണിത്, നല്ല രസമായിരുന്നു കാണാം. പിന്നെ ഒരു പശുവിൻ്റെ പടം, ഒരു ഗൊറില്ലയുടെ പടം ഒക്കെ, അങ്ങനെയൊക്കെയുള്ള 3D സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കും നല്ല രസമാണ്, കുറച്ച് പേടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ആ ലേക്ക് വ്യൂ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ചില്ലായിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിക്കുമായിരുന്നു. അപ്പം തിരിച്ച് പോകുന്ന വഴിക്ക് വേറെ ഒരു സാധനമുണ്ട്, ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞിട്ട്. ഇതും പുതുതായിട്ട് തുടങ്ങിയതാണ്. ഇവിടെയും കുറേ എക്സോട്ടിക് ബേർഡ്സും ആനിമൽസും അരുവിയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അവിടെയൊന്നും പോയില്ല. നമ്മുടെ ട്രിപ്പ് ഇത്രയേ ഉണ്ടായിരുന്നു. ബൈ ബൈ.